ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കൂന്തൽ ഫ്രൈ ആക്കുന്നതാണ്. ഇന്ന് തങ്ങൾപ്പടിക്ക പോയപ്പോൾ നല്ല ഫ്രഷ് കൂന്തൽ കിട്ടി. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിക്ക് ചോദിച്ച് കുറച്ചെടുത്തിട്ട് ഒരു ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫാരിഷാത്ത കഴുകുകയാണ് ഗായ്സ്. കറുത്ത കൂന്തലാണ്. ഒന്ന് കഴുകിയിട്ട് നന്നാക്കുകയാണ് കേട്ടോ. ശൈവ കൂന്തൽ നന്നാക്കാൻ അറിയാത്തവർ പഠിച്ചോളിയും ഗായ്സ്. ആദ്യം ഇതിൻ്റെ തലച്ചോറിന്നൊക്കെ എന്തൊക്കെ ഊരിയെടുക്കുന്നുണ്ട് നമുക്കറിയില്ല. ഇതൊക്കെയാ പിന്നെന്തോ ആരാന്നൊക്കെ പറഞ്ഞു ഊരിയെടുക്കണല്ലോ. ശൈവ കരിയുണ്ട്, കരി. ഇത് കയരീത്ത കൂന്തള തോന്നുന്നു അല്ലേ? കരിക്കൂന്തൽ. ഓക്കെ, എന്നാ വേഗം നന്നാക്കിക്കൂടെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു വെളുത്തുള്ളി ഉണ്ട കേട്ടോ. അത് കഴിഞ്ഞാൽ വേപ്പില കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പ് തന്നെ 2 ഉള്ളി മതി കേട്ടോ. പിന്നെ ഒരു 3 തക്കാളി, 3-4 ചെറിയ തക്കാളിയാണ്, 3-4 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് അരിയാൻ പോകുകയാണ് ഗായ്സ്. പെട്ടെന്ന് എല്ലാവരും കൂടിയാലാണത് പെട്ടെന്ന് ആവുള്ളൂ. രാത്രിയായി, 7 അപ്പോൾ പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് അരിയും പൊടിയൊക്കെ ചെയ്താൽ വേഗം ചെയ്യും. കൂന്തൽ ഇതാ പാരിഷാത്ത ഇതാ നന്നാക്കി കഴിയാനായിട്ടുണ്ട്. കുറച്ചെടുത്തിട്ടുള്ളൂ. ആ പൊരിയിലും മേടിച്ച് 1/2 കിലോ എടുക്കും. 1/2 കിലോ നാളെ രാവിലെ പൂള മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ ചാമ്പുന്നതാണ് ഗായ്സ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഉള്ളി നന്നാക്കുന്നു, പാരിഷായിയുടെ കൂന്തൽ നന്നാക്കുന്നു. അങ്ങനെ ഞങ്ങൾ നന്നാക്കുകയാണ്. നന്നാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് കഴുകണമെങ്കിൽ ഉപ്പിടണമല്ലോ. ഉപ്പിട്ടിട്ട് കഴുകണം. ഉപ്പ് ഇടണമല്ലോ ഇതിന് കഴുകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഉപ്പിടാൻ പോവാം. എത്ര ഉപ്പിടണം? ഓക്കെ, 1 സ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് നന്നായി കഴുകുന്നുണ്ട് പാരിക്കാത്ത. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കൂന്തൽ ഉപ്പൊക്കെ ഇട്ട് സൂപ്പറായിട്ട് കഴുകി എടുക്കുകയാണ് ഗായ്സ്. ഇപ്പം കൂന്തൽ വെളുത്ത് തോലൊക്കെ പൊളിച്ച് ഒക്കെ ഇതാക്കിയിട്ടുണ്ട് ഗായ്സ്. ഇതത് തോല് പൊളിച്ച ഉഷാറായിട്ടുണ്ടാ. ഇത് രാത്രിയായ കാരണം നമ്മളിതിലേക്ക് ഇറങ്ങിയോണ്ടാണ് ഇന്ന് വരെ ഇത് കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുക്ക് ചെയ്യില്ല ഗായ്സ്, നാളെ ആക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഞാനിതിൽ സജീവമായിട്ട് ഇറങ്ങിയോണ്ടാണിത് ഇന്ന് കുക്കിങ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂന്തളെ പറ്റി അറിയില്ലല്ലോ. കൂന്തൽ കണ്ടപ്പോൾ നല്ലൊരു പൂതി. അപ്പം അങ്ങോട്ട് മേടിച്ച് കൊടുന്നപ്പോഴാണ് പാരിഷാത്ത പറയുന്നത് ഇത് കറുത്ത കൂന്തളാണ്, ചുവപ്പ് കൂന്തൾ അത്ര സൂപ്പർ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ചുവപ്പ് കൂന്തൾ വെക്കുന്നതാണ്. നന്നായി കഴുകിക്കോളണം. നല്ല കഴുകണം ഗായ്സ്. എന്താ അറിയോ, ഇത് കറുത്ത കൂന്തളായ കാരണം നല്ല കഴുകി വൃത്തിയാക്കണം ഗായ്സ്. ഞാനിതാ ഉള്ളി തക്കാളി എല്ലാം കഴുകാൻ പോവാണ് ഗായ്സ്. രാത്രിയായ കാരണം നമ്മൾ പണിയെടുക്കുമെങ്കിൽ മാത്രം ഇവർ ഉണ്ടാക്കി തരുമെന്ന് പറയും ഗായ്സ്. അല്ലെങ്കിൽ നിങ്ങൾ തിന്നണ്ടാന്നാണ്. അപ്പം നമ്മൾ ഗൾഫേരല്ലേ, നമ്മൾക്ക് ഇതൊക്കെ എന്ത്, നമ്മളവിടെ പാതിരക്കല്ല കുക്കിങ്. അപ്പം ഞാൻ പറഞ്ഞ് 1/2 മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തക്കാളി ഒക്കെ ഒരു 3 പ്രാവശ്യം കഴുകി തക്കനാക്കി അങ്ങനെ ഇത് കഴുകിയിട്ടുണ്ട് ഗായ്സ്. ഇതേമാതിരി ഒരു പ്ലേറ്റ് ഗായ്സ് അതുകൂടെ വെച്ചു. ഇനി നമ്മൾ നന്നാക്കുകയാണ്. അതുവായി കൈഫുൽ ഹാൽ ഇതാത് വന്നിക്കണ ഉറങ്ങി നീച്ചിട്ടുണ്ട്. ഇനി അവനക്ക് രാത്രി ഉറക്കമില്ല ഗായ്സ്. ഹലോ ഹലോ ഗായ്സ്, ഈ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചമുളകാണ്. ഇത് നമ്മുടെ പാരിഷാത്താൻ്റെ കൃഷിയാണ്.
സൂപ്പർ. ഒരു വയനാടൻ പച്ചമുളകാണ്. വയനാട് നോക്കിയാ എന്താ വെച്ചിട്ടാ സൂപ്പർ. ഒരു കെമിക്കലും ഇല്ലാത്ത ജൈവ വളമാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ജൈവ കാണിക്കുന്നതാണ്. അങ്ങനെ പാരിക്കാത്താൽ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുന്ന പച്ചമുളകുകൾ, വേപ്പുമരകൾ, തക്കാളി ഉള്ളിയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കൂന്തൽ ഫ്രൈ ആക്കാനുള്ള മസാലകൾ ഇവിടെ തയ്യാറാക്കുന്നു. അല്ല ഗായ്സ്, നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ടാണ് ഈ കാണുന്നത്. ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഗ്യാസ് കത്തിക്കുകയാണ് ഗായ്സ്. ഇതാ ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് ഗായ്സ്. ഇന്ന് ഞാനാണ് കുക്കിംഗ്. ഇന്ന് ഇവർ നമ്മളെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കത്തിച്ചു ഗായ്സ്. അല്ല ഗായ്സ്, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഗായ്സ്. അങ്ങനെ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് ഉലുവ, കുറച്ച് മതിട്ടാ, ഉലുവ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് നന്നായി ഇളക്കുകയാണ്. മട്ടൻ വിട്ട് കുറച്ച് മാറി ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് ഇളക്കി അപ്പോൾ ഉള്ളി ഒരുവിധം ചുവപ്പ് കളർ വന്നിട്ടുണ്ട്, മനസ്സിലായ? അപ്പോൾ ഒരുവിധം വാടി. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. അല്ല ഗായ്സ്, ഇപ്പോൾ നമ്മൾ പച്ചമുളക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേപ്പില, തക്കാളികളൊക്കെ ഇട്ട് കൊടുത്തു. ഇത് മല്ലിച്ചപ്പ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 5 മിനിറ്റ് നേരം അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. തക്കാളി എല്ലാം ഉടഞ്ഞി സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുകയാണ് ഗായ്സ്. മാഷാ അല്ലാഹ്. കൂന്തലിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർക്കാൻ പോകുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഇട്ട് കൊടുക്കാം. ഉപ്പ്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഓക്കെ, എല്ലാം ഇട്ട് കൊടുക്കുക. ഗരം മസാല, മല്ലിപ്പൊടി, ജീരകം എന്നിവ വേണ്ട. ഇങ്ങനെ ഇട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല വെള്ളം ഇതിൽ നിന്നും എടുത്ത് നമ്മൾ ചുയറ്റുകയാണ് ഗായ്സ്. നെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂടുതൽ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചുയറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടതൊക്കെ പഠിച്ചോളൂ ഗായ്സ്. അങ്ങനെ നമ്മൾ ഇതിൽ വെച്ചു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യണം ഗായ്സ്. അത് നമ്മളതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കുക. ഓക്കെ, ഒരു തുള്ളി വെള്ളം ഇതിലേക്ക് ചേർക്കുക. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മസാലകളെല്ലാം ഇതിൽ പിടിക്കണം ഗായ്സ്. വെറും ടേസ്റ്റാണ് ഇത്. ഞങ്ങൾ അവിടെ ഗൾഫിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്.
ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഒരു 15 മിനിറ്റോളം മൂടി വെക്കുക. തീ അല്പം കുറച്ച് വെക്കുക. ചൂടാവുന്നു ഗായ്സ്. നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഗായ്സ്. നമ്മൾ ഇളക്കുകയാണ് ഗായ്സ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ വന്ന് തുറക്കുകയാണ് ഗായ്സ്. മാഷാ അല്ലാഹ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു ഫ്രൈ ആയിട്ടുണ്ട്. ലൂസായിട്ട് നല്ല നല്ല ട്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ ഒന്നെടുത്ത് വെന്തിക്കണം നോക്കാം. നോക്കട്ടാ. സൂപ്പർ എന്തുണ്ട് ലൂബിയ നോക്കാം. കുട്ടിക്കോ സൂപ്പർ മാഷാ അല്ലാഹ്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞു. കൂന്തൽ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചട്ടി കൊടുക്കാനാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ഉള്ളൂ. ഞങ്ങൾ 3 പേരുള്ളൂ. മോള്, എൻ്റെ വൈഫ്, ഞാനും മാത്രമേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമ്മൾ കൂന്തലാണെന്ന് സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുന്നത്. ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉച്ചക്കത്തെ മീൻ പൊരിച്ച് അമ്മന്തി മുരിങ്ങടലൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ കഴിക്കില്ല. ഇന്ന് ഫുള്ളായിട്ട് കൂന്തലുമ്പോൾ കൂടാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കൂന്തൽ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോകുകയാണ് ഗായ്സ്. ഞാനും ആദ്യമോനുമുണ്ട്. അതുമോനും അവിടെ ഇട്ടട്ടെ ഗായ്സ്. ഇവിടെ കൂന്തൽ കൂട്ടുക. ഞങ്ങൾ ചോറ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് ഗായ്സ്. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ സൂപ്പർ. ഒരു രക്ഷയില്ല. ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ.